മഹേഷിന് എന്നോടെന്തോ ദേഷ്യമുള്ളത് പോലെയാണല്ലോ. അയ്യോ, മാഡത്തിനോട് ദേഷ്യപ്പെടാൻ ഞാനാരാ? വെറും സ്റ്റാഫ്. ദേഷ്യം കാണിച്ചാ ഉള്ള പണി കൂടി ഇല്ലാതാവുമെന്ന് എനിക്കറിയാം. ഈ പറയുന്ന വാക്കുകളിൽ തന്നെയുണ്ട് പിണക്കം. പുതിയ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തതാണ് കാരണമെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യാനാ മഹേഷേ? ഉദയേട്ടനും അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തിയും കൂടി ചേർന്നല്ലേ പ്രഖ്യാപനം നടത്തിയത്? മഹേഷ് കണ്ടതല്ലേ? നന്ദന മാഡത്തിന്റെ കൂടി സോറി, നന്ദനയുടെ കൂടി തീരുമാനമായിരുന്നു. ആയിരിക്കാം. പക്ഷേ ഉദയേട്ടനാണല്ലോ എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേരം എന്ത് ചെയ്യാന്? അത് പറ്റില്ല, പുതുതായി ആരെയും നിയമിക്കരുതെന്ന് പറയാൻ പറ്റുമോ? നിലവിലുള്ള ഷോറൂം മാനേജർക്ക് പ്രമോഷൻ തരാൻ പറയാമായിരുന്നു. അതിൽ അപകടമുണ്ട്. മഹേഷ് എന്റെ ആളാണെന്ന് നന്ദനയ്ക്കൊരു തോന്നലുണ്ട്. പ്രൊമോഷന് വേണ്ടി ശുപാർശ ചെയ്ത എന്നെ അടിക്കാൻ അവൾക്കൊരു വടി കൂടി കൊടുക്കുന്നതിന് തുല്യമാവും. എന്തായാലും നമ്മൾ തഴയപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ നിരാശപ്പെടാതെ. മഹേഷിനെ ആരും തഴഞ്ഞിട്ടില്ല. ഓണം കഴിയട്ടെ, ശമ്പളം കൂട്ടിത്തരാൻ ഞാൻ ഏർപ്പാടുണ്ടാക്കാം. ഇനി ഞാൻ കൂട്ടിത്തന്നില്ലെങ്കിലും കടയിൽ നിന്ന് മോശമല്ലാത്തൊരു തുക സ്വന്തം പോക്കറ്റിലെത്തിക്കാൻ മഹേഷിന് അറിയാലോ. അങ്ങനെ ഞാനെടുത്തിട്ടുള്ള തുകയിൽ നല്ലൊരു പങ്കും മാഡത്തിന്റെ പേഴ്സിലും എത്തിയിട്ടുണ്ട്. അത് ഞാൻ മറന്നിട്ടില്ല, മറക്കേയില്ല. ആ ഓർമ്മയുള്ളതുകൊണ്ടാ ഞാൻ മഹേഷിനെ കൂടെ നിർത്തിയിരിക്കുന്നത്. കടയിലെ കാര്യങ്ങളിൽ മാത്രമല്ല, പേഴ്സണലായിട്ട് ഞാൻ മാഡത്തിനെ സഹായിച്ചിട്ടുണ്ട്. അറിയാം. എനിക്ക് വേണ്ടി നന്ദനെയും അവളുടെ കാമുകനെയും പലതവണ മഹേഷ് ഫോളോ ചെയ്തിട്ടുണ്ട്. അവളും ഹരിപ്രസാദും കൂടി നിൽക്കുന്ന ഫോട്ടോ എടുത്ത് എനിക്ക് എത്തിച്ചു തന്നിട്ടുമുണ്ട്. മാഡത്തിന്റെ ആങ്ങളുടെ കടയിലേക്ക് പലതവണ കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ നിന്ന് രഹസ്യമായി സ്റ്റോക്ക് എത്തിച്ചത് ഞാനാണ്. ഓർക്കുന്നുണ്ട്, എല്ലാം നന്ദിയോട് ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാ മഹേഷ് ഇന്നും കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ മാനേജരായി തുടരുന്നത്. പക്ഷെ ഞാൻ നന്ദന മാഡത്തിന്റെ സോറി നന്ദനയുടെ നോട്ടപ്പുള്ളിയാ. അവള് നോട്ടത്തിൽ പുള്ളിയും കൊണ്ടിരിക്കട്ടെ. ഞാൻ മഹേഷിനെ കാണണമെന്ന് പറഞ്ഞത് പുതിയൊരു ദൗത്യം ഏൽപ്പിക്കാനാ. വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി. നന്ദനെ ഒതുക്കാനുള്ള കൊട്ടേഷൻ പരിപാടിക്കാണെങ്കിൽ ഞാനില്ല മാഡം. നിങ്ങൾ ഇത്രയ്ക്ക് പേടിത്തൊണ്ടരാണോ? എനിക്കെന്റെ കുടുംബം വലുത്. കുടുംബത്തിനും ഗുണമുണ്ടാവുന്ന കാര്യങ്ങളാ മഹേഷിനെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. മോൾക്ക് +1 അഡ്മിഷൻ നടക്കുന്ന സമയാ. അതിനിടയ്ക്ക് വല്ല എടാകൂടത്തിലും ചെന്ന് പെട്ടാ സോറി മാഡം, എന്നെ ഒഴിവാക്കിയേ. ശരി ശരി, ചെറിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാം. റിസ്ക് ഇല്ലാത്ത കാര്യമാ, ചെയ്യണം. ത്രിമൂർത്തികൾ ഉത്സാഹത്തോടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ. മനീഷ്, സ്റ്റെല്ല, ലക്ഷ്മിപ്രിയ. മൂന്നിനെയും പറ്റിയുള്ള പൊതു അഭിപ്രായം എന്താ? മറ്റുള്ള സ്റ്റാഫുകൾ പ്രത്യേകിച്ച് ദോഷമൊന്നും പറയുന്നത് കേട്ടില്ല. ചെറുപ്പക്കാരല്ലേ, സ്മാർട്ടായിരിക്കും. മഹേഷ് അവരെ വാച്ച് ചെയ്യണം. ഉദയൻ സാറിന്റെ കണ്ടെത്തല് മനീഷ്. നന്ദന മാഡം നിയമിച്ചതാ സ്റ്റെല്ലെ. ലക്ഷ്മിപ്രിയ നമ്മുടെ ആളല്ലേ? ആ, 3 പേരും നമ്മുടെ ആളുകളാണെന്ന് അവർക്ക് തോന്നണം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായി വിശ്വസിക്കണം. എന്നിട്ട് സമയമാവുമ്പോ കാല് വാരണം. മനീഷിന്റെ കാല് വാരുമ്പോ വീഴുന്നത് ഉദയേട്ടനായിരിക്കണം. സ്റ്റെല്ലയുടെ കാല് വാരുമ്പോ വീഴ്ച പറ്റുന്നത് നന്ദനയ്ക്കായിരിക്കണം. അതൊരു വീഴ്ചയായിരിക്കണം. അതുകൊണ്ട് 3 കക്ഷികളുടെ മേൽ മഹേഷിന്റെ കണ്ണുണ്ടായിരിക്കണം. എന്താ? തീർച്ചയായും. എന്നാൽ നിരീക്ഷണത്തിലാണെന്ന് അവരറിയാനും പാടില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരെയാണെന്നറിയോ? സ്റ്റെല്ലേ? അതെ, അവളെ ഞാൻ വേരോടെ പിഴുതെറിയുന്നുണ്ട്. ഹലോ, അമ്മ തിരക്കിലാണോ? എനിക്ക് പ്രത്യേകിച്ച് എന്ത് തിരക്കടാ? അച്ഛൻ അവിടെ ഉണ്ടോ? അതോ വീട് പണിയുടെ പുറകെ പോയോ? അച്ഛേട്ടനെ വിളിച്ചോണ്ട് ടൗണ് വരെ പോയിരിക്കുക. പ്ലംബിങ്ങിന്റെ പണിക്കായി ആരെ നോക്കാൻ. നേരത്തെ വരാമെന്ന് പറഞ്ഞ ആക്ക് ഡെങ്കിപ്പനിയാണ് പോലും. അപ്പൊ അമ്മ തനിച്ചാണ് വീട്ടില്? അമ്മ എപ്പോഴും തനിച്ചാണല്ലോ. കൂട്ടിനൊരാളാവട്ടെ എന്ന് വെച്ചാ
ഒരു മോനുള്ളതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അദ്ദേഹം ഭാര്യയും കൊണ്ട് കൂടുതൽ സുഖസൗകര്യമുള്ള വീട്ടിലേക്ക് മാറി. അപ്പോഴും അമ്മ തനിച്ചായി. അപ്പൊ അതുകൊണ്ടാണ് നാട്ടിലിറങ്ങി ബോധവൽക്കരണ ക്ലാസ്സുകൾക്ക് പോകാൻ തുടങ്ങിയത്. അമ്മ എന്തിനാ നന്ദനെ കണ്ട് സംസാരിച്ചത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല ഗുണദോഷിച്ച് നേരെയാക്കാൻ. അപ്പൊ നേരെയല്ലെന്ന് നിനക്കറിയാം. ഒരു വാക്ക് തർക്കത്തിനല്ല ഞാൻ വിളിച്ചത്. കുറെ നാളായിട്ട് പ്രശ്നമില്ലാണ്ടിരിക്കായിരുന്നില്ലേ? ഇപ്പതാ വീണ്ടും തുടങ്ങി. അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിനോട് നേരിട്ടായിക്കൂടെ? എന്തിനാ മറ്റുള്ളവരുടെ ഇടന്നില്ല? ഞാൻ നന്ദനോട് കാര്യങ്ങൾ പറഞ്ഞതാണോ നിന്റെ പ്രശ്നം? അതോ അവള് നിന്നോട് സംസാരിച്ചതോ? രണ്ടും പ്രശ്നമാണ്. ഞാനും സുപ്രിയയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അമ്മയോട് സുപ്രിയ പരാതി പറഞ്ഞോ? അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിയേണ്ടത് സുപ്രിയ അമ്മയോട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞോ ഇല്ലയോ എന്നാണ്. അതിനുത്തരം എന്താ? ഇല്ല. മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസ് അമ്മയുടെ ചെവിയിലെത്തിച്ചോ? സതിയാന്റിയോ മറ്റോ? എന്തിനാ ഹരി നീ അവരെ ഇവരെയൊക്കെ ഉൾപ്പെടുത്തുന്നത്? അതാ ഞാനും ചോദിച്ചത്. എന്തിനു മറ്റുള്ളവർ എന്റെ കുടുംബ വിഷയങ്ങളിൽ അമ്മയെ ഇടപെടുത്തുന്നു? ഓ, ചൂടാറാതെ നന്ദന നിന്റെ ചെവിയിൽ ആ വാർത്ത എത്തിച്ചു അല്ലേ? ഇനിയിപ്പൊ അതിന്റെ പിന്നാലെ പോകണ്ട. നന്ദന എന്നോട് സംസാരിച്ചെങ്കിൽ അതിന്റെ കാരണമായത് അമ്മയാണ്. ഒരു നിമിഷം അമ്മയ്ക്ക് എന്റെ അഭിമാനത്തെ പറ്റി ഓർക്കായിരുന്നു. നന്ദനയെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുന്നു. നാണം കിട്ടത് ഞാനാ. അതെന്താ ആലോചിക്കാത്തത്? ഹരിക്ക് ഇത്രയും കൊണ്ട സ്ഥിതിക്ക് ഞാനും ചോദിക്കട്ടെ, നന്ദന നിന്റെ ആരാ? അതമ്മയ്ക്ക് അറിയില്ലേ? എനിക്ക് നിന്റെ വായിന്ന് കേൾക്കണം. ആരാ നന്ദന? പഴയൊരു സുഹൃത്ത്, ഇപ്പോഴും സുഹൃത്ത്, ഫാമിലി ഫ്രണ്ട് എന്നും പറയാം. ഇനി എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് അമ്മ മറുപടി തരണം. നന്ദന അമ്മയുടെ ആരാ? എന്ത് ബന്ധമാ നിങ്ങൾ തമ്മിലുള്ളത്? ഉത്തരവില്ലേ? മക്കളുടെ കൂട്ടുകാരുടെ അടുത്ത് അമ്മമാർക്ക് ചില അവകാശങ്ങളുണ്ട്. ഈ മറുപടി ദുർബലമാണെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാം. ദയവ് ചെയ്ത് ഇനി ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവരുത്. അതുകൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം ഉണ്ടാവില്ല. ചിലപ്പോ ദോഷം ഉണ്ടായെന്നും വരാം. ദോഷോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്ത് ദോഷം ഉണ്ടാവുന്ന? അതെനിക്ക് പറഞ്ഞൂടാ, പറഞ്ഞതേ ഉള്ളൂ. ശരി, ഞാൻ ഫോൺ വെക്കുക. അവളോട് രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ ഹലോ രേണുകമ്മേ. ഹലോ. എന്താ അമ്മേ വിളിച്ചത്? അതെ, നമ്പർ മാറിപ്പോയതാ. ശരി ശരി ശരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനീഷിനെ കാണാനേ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്താ പോരെ? നമുക്ക് പലയിടത്തും ചുറ്റി നടക്കണം. അത് നല്ലതല്ലേ, പലരെയും കാണാം. അപ്പൊ ബോറടിക്കില്ലല്ലോ. നന്ദന മേഡത്തിന്റെ ബ്രദർ ആയതുകൊണ്ട് അധികം വർക്ക് ലോഡ് ഉണ്ടാവില്ലല്ലോ. ഇതാ ആര് പറഞ്ഞു? അത്തരത്തിലുള്ള പരിഗണനയൊന്നും ഇവിടെ ഇല്ല. എന്ന് കരുതി അധികാരങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കരുത്. നമ്മുടെ പവർ നമ്മൾ കാണിച്ചില്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ വിലമതിക്കില്ല. മാഡം അനിയൻ എന്നുള്ള പരിഗണന തരുന്നില്ലെന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അവരുടെ മുന്നിൽ മനീഷ് മാനേജറാണ്. പക്ഷേ സ്വാതന്ത്ര്യം വേണ്ടേ? ഓരോ ഏരിയയിലും തലമൂത്ത കുറെ കാരണവന്മാരുണ്ട്. ഉദയേട്ടന്റെ അമ്മയുള്ള കാലത്ത് ജോലി കയറിയ പാർട്ടീസാ. ചിലര് ഉദയേട്ടനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ചിലര് കുന്നത്തൂരെ പശുവിനെ കുളിപ്പിച്ചിട്ടുമുണ്ട്. വേറെ ചിലര് അവിടുത്തെ ചോറുണ്ടാണ് വളർന്നത്. കുന്നത്തൂരെന്ന് വെച്ചാ അവന്മാർക്ക് ഒടുക്കത്തെ ഭക്തിയാ. നമ്മളോ
ഇന്നലെ ജോലി കയറിയ പയ്യൻ. അവരെ കൈകാര്യം ചെയ്യണം മനീഷേ. ചെറിയ കാരണങ്ങൾ കണ്ടെത്തി ചൂടാവണം. ശരിക്കും ശബ്ദം ഉയർത്തി ദേഷ്യപ്പെടണം. പക്ഷേ മനസ്സിലായി. അവര് പരാതിയുമായി ഉദയൻ സാറിനെ സമീപിക്കുന്നല്ലേ? ആ പേടി വേണ്ട. അതിനുള്ള ധൈര്യം അതിൽ ഒരു പാർട്ടിക്കും കാണില്ല. നന്ദന മാഡത്തിനോടും കംപ്ലൈന്റ് പറയില്ല. അങ്ങനൊരു വശമുണ്ടല്ലേ? അങ്ങനെ പല വശങ്ങളുണ്ട്. ടെക്സ്റ്റൈൽസിന്റെ ചാർജ് മഹേഷ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കല്ലേ? അയാൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമുണ്ട്. ഇവിടെ എല്ലാ എക്സ്പീരിയൻസ് ഉള്ളൊരു താപ്പാനയാ. എങ്കിൽ ആ താപ്പാനെ അല്ല പേടിക്കേണ്ടത്. തോട്ടിയും വടിയുമായി ആ താപ്പാനെ നിയന്ത്രിക്കുന്നൊരു പാപ്പാനുണ്ട്. ശരിക്കും പാപ്പാനെന്നല്ല, പാപ്പാത്തിന്നാ പറയേണ്ടത്. കാർത്തിക. ആ കക്ഷിയാണ് അപകടകാരി. ദേ, നമ്മളിവിടെ ജോലിക്കാരാ. മനീഷ് മാനേജിംഗ് പാർട്ട്ണറുടെ ബന്ധുവാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ വെറും ശമ്പളക്കാരി. ആ, ഫലത്തിലും ഞാനും അത് തന്നെ. അപ്പോ നമുക്കിടയിൽ ഒരു ധാരണ വേണം. എന്ത് ധാരണ? പാര പണിത് നമ്മളെ പോലുള്ളവരെ തെറ്റിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാവുന്നേ. ഇതിനോടകം ഉണ്ടായി. മനീഷ് കള്ളനാണെന്നും പെമ്പിള്ളേരാണ് വീക്ക്നെസ് എന്നും സൂക്ഷിക്കണമെന്നും ഇതിനോടൊക്കെ എനിക്ക് ന്യൂസ് കിട്ടി. എവിടുന്ന്? അപ്പോ ആ വാർത്തയിൽ സത്യമുണ്ട്. ഒട്ടും സത്യമില്ല. ആരാ ന്യൂസ് എന്ന് പറ. കാർത്തിക. ആ, മനീഷിനെ നിരീക്ഷിച്ച് കള്ളം കണ്ടുപിടിക്കാനുള്ള ചുമതലയും കാർത്തിക എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സത്യാണോ? ഗീവർഗീസ് സഹതായാണേ സത്യം. കണക്കുകൾ നോക്കുന്നത് ഞാനാണല്ലോ. എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ മനീഷിന്റെ പേരിൽ ആരോപിക്കണം ഞാൻ. എന്നിട്ടത് കേസാക്കണം. മനീഷിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണം. ഇതാണ് കാർത്തികയുടെ പ്ലാൻ. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ വിരോധം? വിരോധം അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റെല്ല പെണ്ണുമ്പിള്ളക്ക് കൈ കൊടുത്തോ? എങ്കിൽ ഞാൻ ഇത്രയും രഹസ്യം മനീഷിനോട് പറയോ? എന്നാ ഒരു രഹസ്യം എനിക്ക് സ്റ്റെല്ലയോടും പറയാനുണ്ട്. ദേ, ഇങ്ങോട്ട് ഓപ്പൺ ആയ സ്ഥിതിക്ക് അങ്ങോട്ട് ഓപ്പൺ ആവണ്ടേ? സ്റ്റെല്ലയെ വാച്ച് ചെയ്യാനുള്ള ദൗത്യം എന്നെയും ഏൽപ്പിച്ചിട്ടുണ്ട് ശ്രീമതി കാർത്തിക. സത്യം? ആ, കണക്കിൽ നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്നുവെന്ന് ഞാൻ കണ്ടുപിടിക്കണം. തെളിവ് സഹിതം സ്റ്റെല്ലയെ പിടികൂടണം, അറസ്റ്റ് ചെയ്യണം. ഭയങ്കരി. ഒരേ നമ്പറാണ് അവര് രണ്ടിടത്തും ഇറക്കി നോക്കിയത്. ഇതങ്ങനെ വെറുതെ വിട്ടാ മതിയോ മനീഷേ? നമ്മൾ അത്ര മോശമാണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നാളെ കാർത്തിക ഒറ്റപ്പെടണം. എനിക്ക് വേറെയും ചില കണക്കുകളുണ്ട് തീർക്കാൻ. അറിയാം. എന്തറിയാന്ന്? ചിലതൊക്കെ അറിയാം. ആ, അതൊക്കെ വഴിയാ പറയാം. എങ്കിൽ മനുഷ്യ, നമ്മൾ ഒരു ധാരണയിലെത്തുന്നു. നമ്മുടെ പൊതുശത്രു കാർത്തിക. കുന്നത്തൂർ ടൂറിസ്റ്റ് ഹോമിലെ അക്കൗണ്ട്സ് റെക്കോർഡ്സ് മാത്രമല്ലോ? ടെക്സ്റ്റൈൽസിലെയും കൺസ്ട്രക്ഷൻ കമ്പനിയിലെയും ഫയലുകള് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന ആർക്കെങ്കിലും സംശയം തോന്നിയാലോ? ഗുഡ്. അങ്ങനെ ആരെങ്കിലും സ്റ്റെല്ലയെ സംശയിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാലും ആ മഹേഷ് ഒരു ശല്യമാണ്. ഒന്നാമത് സീനിയോറിറ്റിയുടെ ഒരു കോംപ്ലക്സ് ഉണ്ട് അയാൾക്ക്. ടെക്സ്റ്റൈൽസിന്റെ ചാർജ് മാത്രമാണ് അയാൾക്കെന്നല്ലേ പറഞ്ഞേ?
അതെ, അവിടെ മഹേഷ് ഓളിനോളാണ്. കൂടാതെ കാർത്തികയുടെ സ്വന്തം പാർട്ടി. കുന്നത്തൂര് സ്ഥാപനങ്ങളിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് ടെക്സ്റ്റൈൽസിലാണ്. വീക്കെൻഡുകളിൽ നല്ല കച്ചവടമുണ്ട്. ഇനിയിപ്പോ ആടി സീസണും ഓണമൊക്കെയല്ലേ വരുന്നത്. മുൻകൂട്ടി കണ്ടുവേണം നിൽക്കാൻ. പ്രത്യേകം പറയണ്ടല്ലോ. അറിയാം ബാബുജി. ഇത്രയും കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും നിനക്കെന്താ തോന്നിയത്? ടാക്സ് വെട്ടിപ്പ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. അക്കാര്യത്തില് ഉദയവർമ്മയെയും നന്ദിനെയും സമ്മതിക്കണം. സത്യസന്ധമായ ബിസിനസ്, അതാണ് അവരുടെ പോളിസി. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കവിടെ പിടിമുറുക്കാൻ കഴിയോ? ആലോചിച്ചോ? മറ്റുള്ള സ്ഥാപനങ്ങളുടെ കണക്ക് കൂടി കിട്ടട്ടെ. 1ഉം 2ഉം അല്ല, 10 ലക്ഷം രൂപയാ യതീന്ദ്രൻ എന്നെ പറ്റിച്ചിട്ട് പോയെ. ഉദയവർമ്മയും ഭാര്യയും തട്ടാൻ വേണ്ടി ഞാനൊരു പാക്കേജ് പറഞ്ഞതാ, 10 ലക്ഷം. അത് തരാതെ യതീന്ദ്രൻ മുങ്ങി. അഡ്വാൻസ് 2 ലക്ഷം വാങ്ങിയില്ലേ? അത് ക്യാൻസലായി പോയില്ലേ? ഇത്രയും നാൾ കഴിഞ്ഞില്ലേ? എനിക്ക് 10 ലക്ഷം കിട്ടണം. യതീന്ദ്രൻ തന്നില്ലെങ്കിൽ അവന്റെ സ്ഥാപനത്തിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് എടുക്കും. ബാബുജിക്ക് വാക്ക് പറഞ്ഞ തുക കിട്ടണം. ചെല്ലയ്ക്കും വേണ്ടേ? എനിക്കും കിട്ടണം. കാർത്തിക എങ്ങനെയാള്? മഹാതന്ത്രശാലിയാണ്. കള്ളത്തരത്തിന്റെ കാര്യത്തില് യതീന്ദ്രൻ ഒന്നുമല്ല അവരുടെ മുന്നില്. മനീഷിനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്നറിയില്ലേ ചില്ലറക്കാരിയല്ലെന്ന്. നമ്മുടെ കൂടെ നിർത്തിയല്ലോ. ശരിയാവില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയാ. എങ്കിൽ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇര അയക്കാം, മിസ്സിസ് കാർത്തിക വർമ്മ. ഇരയോ? ആ, അങ്ങനെയും ചില കൊട്ടേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവസരം വരട്ടെ, വെയിറ്റ് ചെയ്യാം. സ്റ്റെല്ല എപ്പോഴും അലർട്ടായിരിക്കണം. വിശ്വസ്തയായ അക്കൗണ്ടന്റ് ആയിരിക്കണം. എന്തിനാണ് അവിടെ കടന്നുകൂടിയെന്ന് അറിയാലോ സ്റ്റെല്ലയ്ക്ക്. ഉദയവർമ്മയോ നന്ദനയോ ആരും അറിയാൻ പാടില്ല. എന്റെയും കൂടി ആവശ്യമല്ലേ ബാബുജി? ഞാൻ ശ്രദ്ധിച്ചോളാം. ഹരി എവിടെയാ? അതറിയാനാണോ വിളിച്ചത്? താൻ കാര്യം പറ. ഞാൻ ബാങ്കിൽ പോവാൻ ഇറങ്ങിയതാ. കഷ്ടകാലത്തിന് കാർ എടുത്തു. ഇപ്പതേ വഴി കിടക്കുന്നു. എന്തു പറ്റി?
ബ്രേക്ക് ഡൗൺ ആയി. ഓട്ടത്തിൽ വണ്ടി നിന്നുപോയി. സുപ്രിയ ഓടിക്കുമ്പോൾ മാത്രമാണല്ലോ കാറിന് പ്രശ്നം. എങ്കിൽ ഇനി ഞാൻ ഹരിയുടെ വണ്ടി എടുക്കുന്നില്ല. പോരെ? എന്നല്ല പറഞ്ഞത്. എവിടെ വെച്ചാ ബ്രേക്ക് ഡൗൺ ആയത്? വലിയ പള്ളി കഴിഞ്ഞു വരുമ്പോഴുള്ള ആ ടേണിംഗ് ഇല്ലേ, അതിനെടുത്താ. ആ ഭാഗത്ത് വർക്ക്ഷോപ്പില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ബാങ്കിൽ പോവും വേണം. കാർ അവിടെ കിടക്കട്ടെ, വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ട് ആളെ അയക്കാൻ പറയാം. താൻ തൽക്കാലം ഒരു ഓട്ടോ വിളിച്ച് ബാങ്കിൽ പോ. ഓ ശരി.